ലോകഭൂപടത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്തേക്ക് ഒന്ന് കണ്ണോടിക്കുക. നീലക്കടലിന് നടുവിൽ ചെറിയൊരു കുതിരലാടം പോലെ ഒരു പവിഴദ്വീപ് കാണാം. ഡീഗോ ഗാർഷ്യ. പുറമേ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്ന് തോന്നാം. എന്നാൽ ഒരു യാത്രികനും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും ഏതു രാജ്യത്തെ പാസ്പോർട്ട് ഉണ്ടെങ്കിലും ഈ ദ്വീപിന്റെ മണ്ണിൽ കാലുകുത്താൻ നിങ്ങൾക്ക് അനുവാദമില്ല. അവിടമാണ് ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ പുതിയ ലക്ഷ്യം. ആദ്യത്തെ 2 മിസൈലുകൾ ലക്ഷ്യം കണ്ടില്ലെങ്കിലും രണ്ടാം ലോകമഹായുദ്ധകാലത്തെ പേൾ ഹാർബർ ആക്രമണം പോലെ അമേരിക്ക ഒന്നു നടുങ്ങി. അമേരിക്കൻ വൻകരയിൽ നിന്ന് 15,000 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. ഇറാനിൽ നിന്ന് 4,000 കിലോമീറ്റർ. നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് വെറും 1,600 കിലോമീറ്റർ. ഭൂമിശാസ്ത്രപരമായോ ചരിത്രപരമായോ നൈതികമായോ ധാർമ്മികമായോ ഒരവകാശവുമില്ലാത്ത ഈ ദ്വീപിനെ അമേരിക്ക എന്തിനാണ് ഇത്രയധികം രഹസ്യമായി സൂക്ഷിക്കുന്നത്? ഒരു ജനതയെ മുഴുവൻ ജനിച്ച മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ച് അവരിവിടെ നിഗൂഢമായൊരു സൈനിക താവളം പടുത്തുയർത്തിയത് എന്തിനാണ്? ആഗോള വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരോധാനമായ മലേഷ്യൻ വിമാനം MH370ക്ക് ഈ ദ്വീപുമായുള്ള ബന്ധമെന്താണ്? മിസ്സിംഗ് ഫയൽസ് ഇന്ന് തിരയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തേക്കാൾ ആഴമുള്ള ആ നിഗൂഢതയാണ്. ഡീഗോ ഗാർഷ്യ. ഡീഗോ ഗാർഷ്യയെ ഭൂമിശാസ്ത്രപരമായി ഒരു അറ്റോൾ എന്ന് വിളിക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിനടിയിലെ ഒരു അഗ്നിപർവ്വതം തണുത്തുറഞ്ഞപ്പോൾ അതിനു ചുറ്റും പവിഴപ്പുറ്റുകൾ വളർന്നുണ്ടായ അത്ഭുത ദ്വീപ്. ഒരു കുതിരലാടത്തിന്റെ ആകൃതിയാണ് ഇതിന്. ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകത തന്നെയാണ് ഡീഗോ ഗാർഷ്യയെ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക താവളമാക്കി മാറ്റുന്നത്. ഈ ദ്വീപ് സമൂഹത്തിന് നടുവിൽ ശാന്തമായ ഒരു തടാകമുണ്ട്, ഒരു ലഗൂൺ. പുറം കടലിൽ എത്ര വലിയ തിരമാലകൾ വീശിയടിച്ചാലും ഈ ലഗൂണിനുള്ളിൽ കടൽ ശാന്തമായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഇവിടെ സുരക്ഷിതമായി നങ്കൂരമിടാം. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും തന്ത്രപ്രധാനമായ പ്രകൃതിദത്ത തുറമുഖം. അതുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും ഈ മണ്ണിനുമേൽ കണ്ണുവച്ചത്. ഇവിടെ നിന്ന് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും മിസൈലുകൾ അയക്കാനും നിരീക്ഷണം നടത്താനുമെല്ലാം എളുപ്പമാണ്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പലതും പറന്നുയർന്നത് ഇവിടെ നിന്നായിരുന്നു. ഈ പവിഴപ്പുറ്റുകൾക്കിടയിൽ മറ്റാരും കാണാത്ത ആഴങ്ങളിൽ എന്തൊക്കെയാണവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആണവായുധങ്ങളോ അതോ ലോകത്തിന്റെ വിധി നിർണയിക്കാൻ പോന്ന മറ്റെന്തെങ്കിലും രഹസ്യങ്ങളോ? ഡീഗോ ഗാർഷ്യയുടെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് 1960കളിലാണ്. അന്ന് ഇതൊരു വിജനമായ ദ്വീപായിരുന്നില്ല. ചാഗോഷ്യൻസ് എന്ന് വിളിക്കപ്പെടുന്ന 2000-ഓളം മനുഷ്യർ അവിടെ സമാധാനപരമായി ജീവിച്ചിരുന്നു. തെങ്ങുകൃഷിയും മത്സ്യബന്ധനവുമൊക്കെയായി കഴിഞ്ഞിരുന്ന ഒരു പാവപ്പെട്ട ജനത. എന്നാൽ 1965-ൽ ബ്രിട്ടൻ ഒരു ചതി പ്രയോഗിച്ചു. മൗറീഷ്യസിന് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുൻപ് ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ചാഗോസ് ദ്വീപുകളെ ബ്രിട്ടൻ വേർപെടുത്തി ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷൻ ടെറിട്ടറി എന്ന പേരിൽ പുതിയൊരു സംവിധാനം രൂപീകരിച്ചു. തുടർന്ന് അമേരിക്കയുമായി ഒരു രഹസ്യ കരാറിൽ അവർ ഒപ്പുവെച്ചു. ഈ ദ്വീപ് അമേരിക്കയ്ക്ക് സൈനിക ആവശ്യങ്ങൾക്കായി പാട്ടത്തിന് കൊടുക്കാനായിരുന്നു കരാർ. അതിനുശേഷം നടന്നത് ക്രൂരമായ മനുഷ്യവേട്ടയായിരുന്നു. ഡീഗോ ഗാർഷ്യയിലെ ജനങ്ങളെ ബലമായി കപ്പലുകളിൽ കയറ്റി മൗറീഷ്യസിലേക്കും സീഷെൽസിലേക്കും നാടുകടത്തി. അവരുടെ വളർത്തുമൃഗങ്ങളെപ്പോലും വിഷവാതകം ശ്വസിപ്പിച്ച് കൂട്ടത്തോടെ കൊന്നു. ഈ സാമ്രാജ്യത്വ അധിനിവേശം നടത്തിയതാരാണ്? സമാധാനത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടി പൊള്ളയായ വാദമുഖങ്ങൾ ഉന്നയിച്ച് ലോക പോലീസ് കളിക്കുന്ന 2 സോക്കോൾഡ് ഡെമോക്രാറ്റിക് രാജ്യങ്ങളും. സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ചാഗോഷ്യൻ ജനതയും അവരുടെ പിൻതലമുറകളും ഇന്നും ലണ്ടനിലെയും പോർട്ട് ലൂയിസിലെയും തെരുവുകളിൽ നീതിക്കായി മുറവിളി കൂട്ടുന്നുണ്ട്. നീതിക്കായുള്ള അവരുടെ പോരാട്ടം അന്താരാഷ്ട്ര കോടതികളിൽ അവസാനമില്ലാതെ തുടരുകയാണ്. ഡീഗോ ഗാർഷ്യയെ മൗറീഷ്യസിന് വിട്ടുകൊടുക്കണമെന്ന ഉത്തരവുകളൊന്നും അനുസരിക്കാൻ ബ്രിട്ടനും അമേരിക്കയും തയ്യാറായിട്ടില്ല. 50 വർഷത്തെ കരാർ യഥാർത്ഥത്തിൽ 2016-ൽ അവസാനിച്ചതാണ്. പക്ഷേ അത് വീണ്ടും 2036 വരെ നീട്ടി നൽകുകയാണ് ബ്രിട്ടൻ ചെയ്തത്.
സ്വന്തം അധീനതയിലല്ലാത്ത ഒരു ജനതയെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടൻ ഈ ദ്വീപ് അമേരിക്കയ്ക്ക് കൈമാറിയത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നഗ്നമായ സാമ്രാജ്യത്വ അധിനിവേശം തന്നെയായിരുന്നു അത്. പക്ഷേ അന്താരാഷ്ട്ര കോടതിയും ഐക്യരാഷ്ട്രസഭയും ഒന്നും അമേരിക്കയ്ക്ക് മുകളിലല്ലോ. ഡീഗോ ഗാർഷ്യയെക്കുറിച്ച് കേൾക്കുന്ന ഏറ്റവും ഭീതിജനകമായ നിഗൂഢതയാണ് ബ്ലാക്ക് സൈറ്റ്സ്. US ചാരസംഘടനയായ CIA രഹസ്യ തടവറകളാണ് ബ്ലാക്ക് സൈറ്റ്സ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്നത്. ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടുന്നവരെ അതീവ രഹസ്യമായി ചോദ്യം ചെയ്യാൻ ഇവിടെ എത്തിക്കാറുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. അമേരിക്കൻ നിയമങ്ങളോ ബ്രിട്ടീഷ് നിയമങ്ങളോ ബാധകമല്ലാത്ത ഒരു നോ മാൻസ് ലാൻഡ് ആയാണ് ഡീഗോ ഗാർഷ്യ പ്രവർത്തിക്കുന്നത്. അവിടെ എന്തു നടന്നാലും പുറം ലോകം അതേക്കുറിച്ച് ഒന്നും അറിയില്ല. CIA വിമാനങ്ങൾ രാത്രികാലങ്ങളിൽ ഇവിടെ വന്നിറങ്ങുന്നതിൻ്റെ രേഖകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളതുമാണ്. അതീവ സുരക്ഷയുള്ള ഈ തടവറകളിൽ ഇന്നും എത്രയെത്ര ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ ശ്വാസം മുട്ടുന്നുണ്ടാവും. മാർച്ച് 8 239 യാത്രക്കാരുമായി പറന്നുയർന്ന മലേഷ്യൻ എയർലൈൻസിന്റെ MH370 എന്ന വിമാനം ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നു. റഡാർ ദൃശ്യങ്ങളിൽ നിന്ന് വിമാനം പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. മാസങ്ങൾ നീണ്ട തെരച്ചിലിനു ശേഷവും വിമാനത്തിന് എന്തു പറ്റിയെന്ന് യാതൊരു രൂപവുമില്ല, ഒരു തുമ്പും പാലുമില്ല. അന്ന് ഉയർന്നു വന്ന ഏറ്റവും ശക്തമായ ഒരു തിയറി ഇതായിരുന്നു: വിമാനം ഡീഗോ ഗാർഷ്യയിലേക്ക് തിരിച്ചുവിട്ടു. വിമാനം ഹൈജാക്ക് ചെയ്ത് ഡീഗോ ഗാർഷ്യയിലെ റൺവേയിൽ ഇറക്കിയെന്നും അതല്ലെങ്കിൽ താവളത്തിനു നേരെ വരുന്ന വിമാനം ഭീഷണിയായി കണ്ട് അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടെന്നും പലരും വിശ്വസിക്കുന്നു. വിമാനത്തിലെ യാത്രക്കാരിൽ ഒരാൾ അയച്ചതായി പറയപ്പെടുന്ന ഒരു ചിത്രം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലെ GPS ലൊക്കേഷൻ ഡീഗോ ഗാർഷ്യയാണെന്ന് കാണിച്ചിരുന്നു എന്ന വാർത്തകൾ ഒരിക്കൽ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടർന്നതുമാണ്. അമേരിക്ക ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞെങ്കിലും ഇന്നും ആ വിമാനത്തിന്റെ തിരോധാനത്തിനു പിന്നിൽ ഡീഗോ ഗാർഷ്യയുടെ പേര് മായാതെ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ സത്യം ഇന്നും ആ പവിഴദ്വീപിന്റെ മണൽത്തരികൾക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരുതല മൂർച്ചയുള്ള വാളാണ് ഡീഗോ ഗാർഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ ഈ സൈനിക സാന്നിധ്യം ഇന്ത്യക്ക് ഒരു പരിധിവരെ ആശ്വാസമാണ്. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രം ഒരു സമാധാന മേഖലയായിരിക്കണം എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. മൗറീഷ്യസിന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുമ്പോഴും അമേരിക്കയുമായുള്ള പ്രതിരോധ സഹകരണം നിലനിർത്തേണ്ടി വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നയതന്ത്ര വെല്ലുവിളിയുമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്ക കൊളുത്തിവിട്ട നരകത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ വരെ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഡീഗോ ഗാർഷ്യയെ തകർക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അമേരിക്കയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഏറ്റവും വലിയ ആയുധപ്പുരയെ ലക്ഷ്യം വയ്ക്കുകയാണ് ഇറാൻ ഇതിലൂടെ ചെയ്യുന്നത്. ഇറാനിയൻ മിസൈലുകളുടെ പോർമുനകൾ ഡീഗോ ഗാർഷ്യയിലേക്ക് തിരിയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിസ്ഫോടനാത്മകമായ ഒരു ജിയോ പൊളിറ്റിക്കൽ അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങുകയാണ്. ദക്ഷിണേഷ്യയുടെ ആകെ സമാധാനം കെടുത്തുന്ന ഈ സൈനിക സാന്നിധ്യത്തിന് എപ്പോഴാണ് ഒരു അന്ത്യമുണ്ടാവുക? സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന ചഗോഷ്യൻ ജനതയ്ക്ക് എന്നാണ് ഇനി നീതി കിട്ടുക? വെറുമൊരു ദ്വീപിന്റെ ഭൂമിശാസ്ത്രമല്ല ഡീഗോ ഗാർഷ്യ, വെള്ളക്കാരുടെ അധിനിവേശ മോഹത്തിന്റെ ചരിത്രമാണത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ അടങ്ങാത്ത അധികാരത്വരയുടെ പ്രതീകമാണ്. അധികാരവും അവകാശങ്ങളുമില്ലാത്ത മറ്റൊരു കൂട്ടം മനുഷ്യരുടെ കണ്ണീരുണങ്ങാത്ത സ്മാരകവുമാണ്. സമുദ്രത്തിന് നടുവിലെ ഈ കുതിരലാടം ഇന്ന് വെറുമൊരു മനോഹര ദൃശ്യമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗ പലക തന്നെയാണ്.